ലെച്ചു സ്റ്റാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഫുൾ മൂൺ ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്, എന്തൊക്കെയാണ് ഗൈഡൻസ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് റീഡിംഗ് ആണ്. മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഇപ്പോ ഒരു എനർജി നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വളരെയധികം ആർഗ്യുമെന്റ്സ്, തർക്കങ്ങള്, വഴക്ക് എല്ലാം നടന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളത് മതിയാക്കിയിട്ട് നിർത്തുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഇനി ഇതിലേക്ക് തർക്കിക്കാനോ വഴക്ക് കൂടാനോ ഇല്ല. ഇനി ഞാൻ എന്റെ പാട് നോക്കിയിരിക്കും. ഇനി നിങ്ങൾ അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ, ഞാനായിട്ട് ഇനി ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങോട്ടില്ല, അതിന് താല്പര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ വളരെ അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിലാണ് എന്നുള്ളതല്ല, നിങ്ങൾ വളരെയധികം കോൺഫ്ലിക്റ്റ്, നിങ്ങൾ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ആർഗ്യുമെന്റ്സ് ഒക്കെ. അപ്പം അതിലൊക്കെ നിങ്ങൾ തർക്കിച്ച് ശരിക്കും നിങ്ങൾ മടുത്തതാണ്. വഴക്കിട്ട് നിങ്ങൾ മടുത്തിട്ട് നിങ്ങൾ അത് ഒഴിവാക്കിയിരിക്കുന്നതാണ്. ഇനി ഇതിലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പറയാവുന്നതിന്റെ അങ്ങേയറ്റം നിങ്ങൾ പറയുകയും തർക്കിക്കുകയും നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നിനും ഇല്ല, ഇനി ഇതിലേക്ക് എഫേർട്ട് തൽക്കാലം ഇടുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഒരുതരം കോമ്പറ്റേറ്റീവ് മൈൻഡിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഈഗോനെ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ അതേസമയം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് അവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ തൽക്കാലം മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നിങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പക്ഷെ നിങ്ങൾക്ക് അതിന് ക്ഷമയുണ്ട്. അത് ഉണ്ടാവുമ്പോൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ഇങ്ങോട്ട് വരണം, ഞാനായിട്ട് ഇനി അങ്ങോട്ട് പോവില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റുമായിട്ട് വരും എന്നൊരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ട്. അങ്ങനെ അത് കുറച്ച് സമയം എടുത്തായാലും വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുവരേക്ക് ക്ഷമിച്ച് നിൽക്കാനും നിങ്ങൾ തയ്യാറാണെന്നാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ പതുക്കെ ആണെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു സിറ്റുവേഷൻ, അതേ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും കാണിക്കുന്നത്. അവരും ഇതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരും യാതൊരു തിടുക്കവും ഇതിൽ കാണിക്കുന്നില്ല. അപ്പൊ അവരും മുമ്പ് കഴിഞ്ഞ ആ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് വളരെ പതുക്കെ മുന്നോട്ടേക്ക് പോവാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. പക്ഷെ എങ്കിലും ഇത് കളയാൻ അവര് താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറെ ബോഡി നല്ല ഫിറ്റ് ആക്കി വെച്ചിട്ടുള്ള, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നല്ല ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ 35-നുള്ളിൽ ഒരു ഏജ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോ അല്ല അതിൽ കൂടുതൽ ഏജ് ഉള്ളവരാണെങ്കിൽ പോലും കാഴ്ചയ്ക്ക് ചെറുപ്പമായിട്ട് തോന്നുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ബോഡി തീരെ മെലിഞ്ഞതും അല്ല, വളരെയധികം ഒരു തടിച്ചൊരു പ്രകൃതമല്ല, ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് ഏതെങ്കിലും ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. അതായത് പോലീസ്, ഫയർഫോഴ്സ് അങ്ങനെയുള്ള ഒരു ഫോഴ്സുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട
അല്ലെങ്കിൽ ആ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫിനാൻസിന്റെ ഏത് ഫീൽഡ് ആണെങ്കിലും അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയില് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു നിലവിലുള്ള ഈ ഒരു നിങ്ങൾക്കിടയിലുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ നടന്ന് ഇത് ശരിക്കും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഈ ഇതിനെ വളരെയധികം ഒരു അൺപ്രിഡിക്റ്റബിൾ സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ആണെങ്കിലും വളരെയധികം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് നന്നായിട്ട് കാണുന്നുണ്ട്. അത് ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, എല്ലാം ആവാനുള്ള സാധ്യത നല്ലോണം ഇവിടെ ഉണ്ട്. പക്ഷെ ഇവര് ബേസിക്കലി ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ഇതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്ന് അവര് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് തിരക്ക് പിടിച്ചിട്ട് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല, വളരെ സ്ലോ ആയി ഉള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും. അത് വളരെ മനസ്സിലാക്കി ഫ്യൂച്ചർ എന്താണ് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അങ്ങനെ പടിപടിയായിട്ട് ഇതിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെന്റിലേക്ക് ഇത് എത്തിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിലവിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ട് വളരെയധികം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവര് അതില് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലൊക്കെ. അപ്പോൾ അവിടെയും അവർക്കൊരു ഉയർച്ച അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും വളരെ ഫേവറബിൾ ആക്കി മാറ്റിയെടുത്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ പതുക്കെ, അപ്പോൾ അതിന് സമയമെടുക്കും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് അവരൊരു ലൈഫിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇപ്പോ ഈ നിങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡെസ്റ്റിനിയിൽ ഉള്ളതാണ്, അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്ഷമയോടെ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് അവരുടെ ഒരു എനർജി കിട്ടുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടവർ കാർഡും 6 ഓഫ് സോർഡ്സും ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ധാരാളം ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ട്, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ അടിത്തറ തന്നെ ഇളകിയതായിട്ട് കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഇമോഷണൽ ആയിട്ടുള്ള ഒരു അത്രയധികം ഇമോഷണലി നിങ്ങൾ മെന്റലി ഒക്കെ നിങ്ങൾ വളരെയധികം അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇമോഷണൽ ബാഗേജ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിട്ടുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ അവരായിരിക്കാം പോയിട്ടുണ്ടാവുക. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റഡ് ആണ്. ഇപ്പൊ എന്തായാലും നിലവിൽ നിങ്ങൾ ഒന്നിച്ചല്ല എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അനിവാര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നു, ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നു, നിങ്ങൾ സെപ്പറേറ്റഡ് ആയി, അത് നിങ്ങൾ ആദ്യം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ഇതിനു മുമ്പും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പിലെല്ലാം നിങ്ങൾക്കൊരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്തിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക തരം ബിഹേവിയർ ഉണ്ടായിരുന്നതായി, അതായത് നിങ്ങളുടെ ഒരു ബിഹേവിയർ. അപ്പൊ ഈ
നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു പാറ്റേണിന് ഒരു ചേഞ്ച് വരാനും അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ ബിഹേവിയറിൽ നിങ്ങളുടെ പേഴ്സന്റെയും ബിഹേവിയറിൽ മാറ്റങ്ങൾ വരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് റിലേഷൻഷിപ്പിന് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കണ്ടിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്താനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്കപ്പ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഒരുപക്ഷെ റിലേഷൻഷിപ്പിനെ അത്ര അധികം പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളണം എന്നില്ല നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളിപ്പോ ഈ റീഡിങ് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ആയിരിക്കില്ല. നിങ്ങളുടെ പേഴ്സൺ ഇതിന് അത്ര കാര്യമായിട്ട് എടുത്തിരുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. ചിലപ്പോൾ റിലേഷൻഷിപ്പിനെയൊക്കെ വളരെ ലാഘവത്തോടെ എടുത്തിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. അപ്പം അതുപോലെ നമ്മൾ പറയാറുണ്ടല്ലോ അൺകണ്ടീഷണൽ ലവ്. ചില വ്യക്തികളുണ്ട് ആ അൺകണ്ടീഷണൽ ലവിലൊന്നും യാതൊരു വിശ്വാസം ഇല്ലാത്ത ആളുകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ധാരണകളും ആറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനും അതിൽ നിന്ന് ചില കാര്യങ്ങൾ ലേൺ ചെയ്യാനുമാണ് ഈ ഒരു ബ്രേക്കപ്പ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ബ്രേക്കപ്പ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇതിൽ ഒരാള് വളരെയധികം ഡോമിനേറ്റിംഗ് ആയിട്ട് പെരുമാറിയിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെ വളരെയധികം കൺട്രോൾ ചെയ്യുക, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ, അതായത് അവരുടെ വാക്കുകൾ മറ്റേ ആളനുസരിക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നത് ഒരു വിഷയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി കൂടുതലായിട്ടും അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് നല്ല ജലദോഷം ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം എൻ്റെ ശബ്ദം അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം. ഓക്കെ. അപ്പം നിങ്ങളുടെ വ്യക്തി കൂടുതലായിട്ട് അവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, അങ്ങനെ അവർക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഏതോ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നതായിട്ടും അതുമൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ടത്ര ശ്രദ്ധ തരാത്തതുമാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഇല്ലാതായി എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ട ഒരു ഹാർമണി അവിടെ ഉണ്ടായിട്ടില്ല. ആ ഒരു ടുഗദർനെസ് അവിടെ നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവിടെ ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവണം. ആ ഒരു റെസ്പെക്റ്റ് ഒന്നും അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരാൾ ഓവറായിട്ട് ഡോമിനേറ്റ് ചെയ്ത് അടുത്ത ആളെ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ആളെ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ റെസ്പെക്ട് ചെയ്യാത്തത് ഇവിടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെപ്പറേഷന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഒരു റീസൺ ആണ്. അത് നമ്മൾ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിനൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യേണ്ട കാർഡായിട്ട് വന്നിരിക്കുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ട് നമ്മളൊക്കെ എപ്പോഴും കിട്ടുന്ന 10 ഓഫ് കപ്സും 10 ഓഫ് പെന്റക്കിൾസും ആണ്. ഓക്കെ. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. മെയിൻ ആയിട്ട് അതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നത് വളരെയധികം പ്രതീക്ഷകളോടെയാണ്. അവിടെ ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഫാമിലി, കുട്ടികൾ, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ലൈഫാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ എല്ലാം തികഞ്ഞ ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, അത് ഒരിക്കലും നമുക്ക് പോസിബിൾ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ലൈഫിന്റെ ഭാഗമാണ്. അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ലൈഫിന്റെ ഭാഗമാണ്. അതൊക്കെ നമ്മളെ ലൈഫിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക
എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി, വളരെ മനോഹരമായിട്ട് അതുപോലെ വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെയാണ് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ലൈഫിലേക്ക്, പ്രത്യേകിച്ച് ഒരു മാരേജ് ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം പ്രതീക്ഷകളോടെയാണ് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. ഒരു 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 കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടു പേർക്കും ഒരുപക്ഷെ അവര് പ്രതീക്ഷിച്ചതായിരിക്കില്ല നടക്കുന്നത്. അതിന് എത്ര പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് എന്ന് പറഞ്ഞാലും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. റിയാലിറ്റി അതല്ല. നമുക്കറിയാലോ, നമ്മള് സിനിമകളില് അല്ലെങ്കിൽ കഥകളില്, കവിതകളില് കാണുന്ന പോലെയല്ല ഉള്ളതല്ല യഥാർത്ഥ പ്രണയം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുപോലെ ചില വ്യക്തികള് വീട്ടുകാരുടെ പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ സൊസൈറ്റി അംഗീകരിക്കുന്ന, അതായത് ഒരേ റിലീജിയൻ അല്ലാത്തത്, അല്ലെങ്കിൽ ഒരേ കാസ്റ്റ് അല്ലാത്തത്, അല്ലെങ്കിൽ ഒരേ ഫിനാൻഷ്യൽ ലെവല് ഒരുപോലെ ആവാത്തത്, ഇതൊക്കെ പ്രശ്നങ്ങളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ സൊസൈറ്റീനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏതാണ് സൊസൈറ്റിയാണ് വലുത്, നാട്ടുകാർ പറയണതാണ് വലുത്, നാട്ടുകാരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നണില്ല. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുക, നിങ്ങൾ അതിൽ വിശ്വസിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിശ്വസിക്കുക, നിങ്ങൾ രണ്ടുപേരും കൂടി അത് നല്ലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ ചില വ്യക്തികൾ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വേണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ആളുകളെ എനിക്ക് കാണുന്നുണ്ട്. ചില കേസസിൽ ഒരു ലീഗൽ കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്ത തരം ബന്ധങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവർ ഇമോഷണലി വളരെയധികം അടുപ്പുള്ള വ്യക്തികളായിരിക്കാം. അവർക്ക് ലീഗൽ കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്ത ആളുകളായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ റിലേഷൻ വേണം, ആ റിലേഷൻ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ റിയാലിറ്റി എന്താണ് അത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ എന്താണ് റിയാലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ഡ്രീം ആയിട്ടുള്ള വേൾഡിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. അതേപോലെ തന്നെ ഹസ്ബൻഡ് വൈഫ് ഒന്നിച്ചുള്ള സിറ്റുവേഷനിൽ ചിലരുടെ കേസിലൊക്കെ കുട്ടികൾ ഇല്ലാത്തതൊക്കെ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾ ഇല്ലാത്തത് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബന്ധമാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആവുള്ളൂ എന്നുള്ളതൊന്നുമില്ല. നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതായത് എല്ലാ തരത്തിലും നമുക്കൊരു പാർട്ട്ണറിനെ ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അവിടെ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ഓക്കെ, മനോഹരമായി മുന്നോട്ട് പോകുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ട പോകുമ്പഴി നോക്കുക, അല്ലാതെ പരസ്പരം കുറ്റം പറയുക, അങ്ങനെ പഴിചാരി മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഓവർ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് റിലീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് മുന്നോട്ട് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹാർമണി, അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു. അപ്പൊ അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്, മെന്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മുമ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായത്, തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ആ തെറ്റിദ്ധാരണകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു, ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടെ ഷാർപ്പ് ആവുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ടുഗദർനെസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു റെസ്പെക്റ്റ്
കിട്ടുന്നു. അതായത് മ്യൂച്വൽ ആയിട്ട് ഉള്ള ഒരു റെസ്പെക്റ്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നു, ഒരു ഹാർമണി ഉണ്ടാവുന്നതായിട്ടും അതിന് ഡിവൈൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും എല്ലാം കാണുന്നുണ്ട്. അത് അതായത് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവാൻ പോകുന്ന റിലേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ റിയാലിറ്റി അത് ആക്സെപ്റ്റ് കൊണ്ട് എന്താണോ പ്രാക്ടിക്കലി നടക്കുന്നത് ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചിന്താഗതിയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റും രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിലുള്ള ഒരു ഫ്യൂച്ചറാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തുറന്നു പറയുക, നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ കോൺഫ്ലിക്റ്റുകളും നിങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിന്റെ ഗൈഡൻസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എംബ്രസ്, ഹാങ്ഡ് മാൻ, ഹെയറോഫന്റ്. ഓക്കെ, അപ്പൊ ഫുൾ മൂൺ ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് നിങ്ങളുടെ സെൽഫായ കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതായത് ഒരു കോൺഫ്ലിക്റ്റിന് നിങ്ങൾ ഇപ്പൊ പോവാതെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ നിങ്ങൾ വളരെയധികം മെന്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പാഷൻ എന്താണ്, അതിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതിലേക്കൊക്കെ നിങ്ങൾ ടൈം കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സൗന്ദര്യം കൂട്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കൊക്കെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ നോക്കി കാണുക എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് പറഞ്ഞു നിങ്ങൾ വളരെയധികം എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു റിയാലിറ്റി അംഗീകരിക്കുക, ആ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വേറൊരു കാഴ്ചപ്പാടിൽ നിങ്ങളത്, അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ നോക്കി കാണുക. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ആ ഈഗോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നതും നമുക്ക് ഇവിടെ നിങ്ങൾ എന്തൊക്കെ റിലീസ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഗൈഡൻസ് വന്നിട്ടുണ്ട്. ആ ഗൈഡൻസ് നിങ്ങൾ ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഹാർമണി എല്ലാം, അല്ലെങ്കിൽ ആ ടുഗദർനെസ്സും സെൽഫ് റെസ്പെക്ട്, അതായത് മ്യൂച്വൽ റെസ്പെക്റ്റും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടും ഓപ്പൺ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ഫുൾ മൂൺ ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് വലിയ റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത റീഡിംഗ് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.